എൻ്റെ പേര് ബേസിൽ ജേക്കബ്. ഇതെൻ്റെ ഭാര്യ ബീന, മകള് നെസ, ഇതെൻ്റെ മോൻ ഡെയിൽ ബേസിൽ. ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 സമയത്താണ്. അപ്പോൾ മാതാവും ഈശോ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്ന സമയത്ത് നെർവസായിരുന്നു. പറയുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ പറഞ്ഞൊരു പരിചയമൊന്നുമില്ല. ഞാൻ നേഴ്സാണ് ബേസിക്കലി. ഞാൻ ഒത്തിരി IELTS ഒരു 4-5 പ്രാവശ്യം എഴുതി പാസ്സാവുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കുറച്ച് കുഴപ്പി, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്കത് വിട്ടുപോയി. ഞാനത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് രണ്ടാമതും ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വന്നു. ഞാൻ അങ്ങനെ ഒരു കൂട്ടുകാരനായിട്ട് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് പല പ്രാവശ്യം വണ്ടി നിർത്തി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പള്ളി കയറി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ എപ്പോഴും എന്നോട് പറയും, നമ്മൾ ജോസഫിനെ കാണുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയാമെന്ന് പറയും നടക്കില്ല, കാരണം അത്രയും ആൾക്കാർ ക്യൂ ഉണ്ട്, നമ്മളൊന്നും വെയിറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ കൂടെ എല്ലാവരും ഒത്തിരി പേര് നിൽക്കുന്നു. ഞാനും ഏറ്റവും ബാക്കിൽ പോയി നിന്നു. അപ്പോൾ അച്ഛനിങ്ങനെ വേഗം എല്ലാവരുടെ അടുത്തും കൈ തട്ടി പോയി എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ എക്സാം എഴുതി കുറേ പ്രാവശ്യം പാസ്സായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു അച്ഛാ, നീ ഒന്ന് മുട്ടുകുത്തലാന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആദ്യം പോക്കറ്റിൽ നിന്ന് അച്ഛൻ്റെ ലോഹയിൽ നിന്ന് ഒരു കാശിരൂപം, മാതാവിൻ്റെ കാശിരൂപം എനിക്ക് എടുത്തിട്ട് പറഞ്ഞു, നീ ഇത് പിടിച്ചിട്ട് ധൈര്യമായിട്ട് പൊക്കോ, നീ സാക്ഷ്യം പറയാൻ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുമോ വെച്ചാന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം പോയിട്ട് ഞാൻ എടുത്ത ഡേറ്റിലാണ് ഞാൻ എക്സാം പാസ്സായത്. ആ എക്സാമിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു, എക്സാമിൻ്റെ ഡേറ്റ് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പ്രാവശ്യം എടുത്ത ഡേറ്റ് മാറിയില്ല. എല്ലാ പ്രാവശ്യം എക്സാം എഴുതുമ്പോൾ തലേദിവസമൊക്കെ സാധാരണ കാലത്ത് എഴുന്നേറ്റ് പഠിക്കും. ഈ OET എഴുതാനുള്ള ആ സമയത്തുണ്ടായിരുന്ന കോസ്റ്റ് എക്സ്പെൻസ് കൊണ്ട് അത് എഴുതാൻ തോന്നിയില്ല. IELTS തന്നെ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ റീഡിങ്ങും റൈറ്റിങ്ങുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം പോകുന്ന നേരിട്ട് പഠിക്കും, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എനിക്ക് അന്ന് എൻ്റെ അമ്മൂമ്മയുടെ 40ൻ്റെ കുർബാന ഉണ്ടായിരുന്നു എനിക്ക് എക്സാമിൻ്റെ ഡേറ്റിന് അന്ന്. ഞാൻ അന്ന് മാതാവിൻ്റെ പള്ളിയിൽ വെച്ചായിരുന്നു. അവിടെ പോയി ഞാൻ കാലത്തൊന്നും പഠിച്ചൊന്നുമില്ല. ഞാൻ കാലത്ത് പോയി മാതാവിൻ്റെ കുർബാനയിൽ പങ്കുചേർന്ന് കുർബാന അനുഭവിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അന്ന് പോയപ്പോൾ കാശിരൂപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റീഡിങ്ങിൻ്റെ പേപ്പർ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്നും, സാധാരണ റീഡിങ്ങാണ് എൻ്റെ പോകുന്നത് മിക്കപ്പോഴും, റൈറ്റിങ്ങും പോകും ചില സമയത്ത്. പക്ഷെ അന്ന് റീഡിങ് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഞാൻ മാതാവിൻ്റെ കാശിരൂപത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും എഴുതി. ആ പ്രാവശ്യം എക്സാം ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എക്സാം പാസ്സായി. ദൈവകൃപയാൽ മാതാവിൻ്റെ രീതിയിൽ ഞാൻ എക്സാം പാസ്സായി. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ടും ത്രൂ ഔട്ടായിട്ട് എനിക്ക് UK പോകാനായിട്ടുള്ള പ്രോസസ്സിങ്ങിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം കോവിഡിൻ്റെ സമയത്ത് ഓഫീസൊന്നും ഫംഗ്ഷനിലല്ലായിരുന്നു. ബാംഗ്ലൂരായിരുന്നു എൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് NMCക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകാനോ സമയത്തിനായിട്ട് അവിടെ ഓഫീസുകളൊന്നും കറക്റ്റ് ഫംഗ്ഷനിലല്ലായിരുന്നു. അതിൻ്റെ കൂടെ എനിക്കൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ ഈ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യണമെങ്കിൽ NMCയുടെ അപ്രൂവൽ വേണം. അതിന് KNCന്ന് അവർ ഫോർവേഡ് ചെയ്യണം പേപ്പേഴ്സ് എല്ലാം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് KNCയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി KNCയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ, എനിക്കത് ആരാന്ന് പോലും അറിയില്ലായിരുന്ന വ്യക്തി. അപ്പോൾ മലയാളിയാണോ കന്നഡക്കാരനാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പേടി, ഞാൻ മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിരുന്നു. അപ്പോൾ അതിട്ടിട്ട് നീ എങ്ങനെയാവോ അവർ കണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, അത് ഇടണ്ട, നീ അത് എടുക്ക്. ആ മാതാവിൻ്റെ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം അവിടുത്തെ നമുക്കറിയില്ല ചിലപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവാണ്. മാതാവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾ എനിക്ക് ഇഷ്ടപ്പെട്ട് സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി, ഞാൻ മാറ്റാൻ പോയില്ല. ഞാൻ അയാൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കവിടെ വരാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു. റിപ്ലൈ അയക്കില്ല. കുറേ നാളായിട്ട് ഒരു 2-3 മണിക്കൂറായിട്ട് റിപ്ലൈ ഒന്നും വന്നില്ല. വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ സാധാരണ തിരക്കായിരുന്നു, ഞാൻ അങ്ങനെ ആരെയും വിളിക്കുന്നതല്ല, നിൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വിളിച്ചാന്ന്. അപ്പോൾ എനിക്ക് തോന്നി, മാതാവ് എനിക്ക് വേണ്ടി അവിടെ ഒരാളെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ സമയത്ത് ഒത്തിരി അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സാഹചര്യങ്ങളെല്ലാം എഗനസ്റ്റായിരുന്നു. അപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്തു തരികയും അത് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു. എനിക്ക് എൻ്റെ പ്രോസസ്സിങ് ഒരു 5-6 മാസത്തിനകത്ത് എൻ്റെ വിസ വരെ ലഭിച്ച് എനിക്ക് പോകാൻ സാധിച്ചതും ഈ എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത്. അപ്പോൾ ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പിന്നെ എക്സാം എഴുതുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വചനമുണ്ട്, പുറപ്പാട് പഴയ നിയമത്തിൽ 4-ാം അധ്യായം. ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കായിരുന്നു. ആ പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴും ഞാൻ അതന്നെ പ്രാർത്ഥിച്ചത്.
അതിൽ മോശേനെ ദൈവം ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ ദേശത്ത് നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ അവിടെ പോകണം, നീ അവിടെ ഇസ്രായേൽ മക്കളെ ഫറവോയുടെ അടുത്ത് നിന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച് കാനാൻ ദേശത്തേക്ക് നീ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ കഴിവുള്ളവനല്ല, എനിക്ക് തടിച്ച നാക്കുള്ളവനാണ്, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കില്ല, ഞാൻ അതിന് യോഗ്യതയുള്ളൊരു വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം മോശയോടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ വചനമാണ് ഞാൻ എക്സാമിന് പോകുമ്പോൾ ഏറ്റെടുത്തത്. അതിൽ ദൈവം പറയുന്നൊരു കാര്യം, സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതും നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവം ഞാനാണ്. അപ്പോൾ നീ ധൈര്യമായിട്ട് പോവുക. നീ പോകുമ്പോൾ നീ അവിടെ ചെന്ന് സംസാരിക്കേണ്ട കാര്യം, നീ പറയേണ്ട കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഞാൻ ഈ വചനം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എക്സാമിന് പോകുമ്പോഴും, ഞാൻ UK ചെന്നിട്ടാണെങ്കിലും എനിക്ക് എക്സാമിൻ്റെ സമയത്താണെങ്കിലും, ഞാൻ എപ്പോഴാണെങ്കിലും എനിക്കൊരു എക്സാമോ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി എക്സാം ഫിയറുള്ള വ്യക്തിയാണ് ഞാൻ. മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഈ വചനം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. എനിക്ക് ഒത്തിരി ശക്തി തരാറുണ്ട്. അപ്പോൾ അതും പിന്നെ കൂടാതെ പെട്ടെന്ന് പറയാം, ഞാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മകളുണ്ടാക്കി ഞങ്ങൾക്ക് 6-7 വർഷം കഴിഞ്ഞിട്ടാണ് മകനുണ്ടായത്. ആ സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവർ UK സ്കാൻ ചെയ്ത സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, കൊച്ചിന് വെയിറ്റ് കൂടുതലാണ്, അപ്പോൾ കോംപ്ലിക്കേഷൻ ചാൻസ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ. അമ്മയും പപ്പയുണ്ട്, അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ ഒന്നാമത് വിൻ്ററായിരുന്നു, ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐഡിയയിലല്ലായിരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഒരുങ്ങിയത്. ആ സമയത്ത് സ്കാനിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, അത് ഗ്രോ ആവോ, ഇനി കൊച്ചിൻ്റെ വളർച്ചയെ ബാധിക്കുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വെച്ചിരിച്ച് തന്ന ഉപ്പ് എൻ്റെ ഉണ്ടായിരുന്നു, ഞങ്ങളത് പ്രാർത്ഥനയിൽ ഞങ്ങളത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിലും കോംപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിലും മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതും. ആ സമയത്തും ഓൾമോസ്റ്റ് ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും ഒരു 3 to 4 ഡിഗ്രി ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഒത്തിരി പേടിയായിരുന്നു എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവിടെ റിവ്യൂ എടുത്തിട്ട് ഇവിടെ ഇന്നലെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, എല്ലാം നോർമലാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആശ്വാസമായത്. അപ്പോൾ ഈ ഒരു വലിയൊരു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞ അനുഗ്രഹം പറയാനാണ് ഞാനും കുടുംബവും വന്നിരിക്കുന്നത്. മാതാവിനും യേശുവിനും തിരുക്കുമാരൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി അർപ്പിച്ചോളും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. 115-ാം സങ്കീർത്തനം 12-ാം തിരുവചനമാണ്. എങ്ങനെയാണ് നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? തൻ്റെ 5 പ്രാവശ്യം IELTS എഴുതിയിട്ട് പാസ്സാകാതെ ഇരിക്കുമ്പോൾ പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പിന്നീടുള്ള എക്സാമാണ് പാസ്സാകുന്നത്. അതിനുശേഷം വീണ്ടും ഓസ്കി എക്സാമും അതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതിനൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. കൊറോണ സമയം